ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാറ്റ് ബേണിംഗ് ടെക്നിക്കാണ് EMS. നിങ്ങൾ ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റയിലും മറ്റും EMS ചെയ്യുന്ന ഹോസ്പിറ്റലുകളുടെ ആഡ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. എളുപ്പത്തിൽ നിങ്ങളുടെ മസിൽ മാസ് കുറയ്ക്കാനും ഏകദേശം 2 മണിക്കൂർ ജിമ്മിൽ ചെയ്യുന്ന വർക്കൗട്ടിനോളം തുല്യമായ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗുണങ്ങൾ 20 മിനിറ്റുള്ള ഈ EMS സെക്ഷൻ വഴി ലഭിക്കുമെന്നാണ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ക്ലെയിം ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആഡ് നമുക്ക് കണ്ടിട്ട് വിഷയത്തിലേക്ക് വരാം. മണിക്കൂറുകൾ ജിമ്മിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഒരു 20 മിനിറ്റ് EMS സെഷന്റെ 5 ബെനിഫിറ്റുകൾ പറഞ്ഞുതരാം. 1. ഇത് നിങ്ങളുടെ ശരീരത്തിലെ 90% മസിൽസിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നു. 2. ഒരു സെഷന് ശേഷവും ഇത് നിങ്ങളുടെ ശരീരത്തിലെ കലോറി ബേൺ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ 4 മണിക്കൂറോളം ജിമ്മിൽ ചെലവിടുന്നത് ഇവിടെ 20 മിനിറ്റ്സ് ഈ മെഷീൻ യൂസ് ചെയ്താൽ മതി. ഈ മെഷീൻ നിങ്ങളുടെ 90% മസിൽസിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് മസിൽ ടോണിംഗ് ആൻഡ് മസിൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ അവർ പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ജിമ്മിൽ പോകേണ്ട കാര്യമില്ല, അതിന് പകരം EMS എടുത്താൽ മതി. EMS ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 2 മണിക്കൂർ ജിമ്മിൽ ചെയ്യുന്ന അതേ റിസൾട്ട് നിങ്ങൾക്ക് വെറും 20 മിനിറ്റ് കൊണ്ട് ലഭിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ആഡ്സ് കണ്ട് വളരെയധികം സന്തോഷിക്കാറുണ്ട്. കാര്യം നമുക്ക് സ്റ്റെയർ കേസ് ഉണ്ടെങ്കിലും നമ്മൾ ലിഫ്റ്റ് മാത്രം യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ വളരെ കുറച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടുമെങ്കിൽ എന്ത് പറഞ്ഞാലും EMS തന്നെയാണ് നല്ലത്. പക്ഷേ അങ്ങനെ പോകുന്ന മുമ്പ് എന്താണ് EMS എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഐ ആം രാജേഷ് മോഹൻ. വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ. EMS ഇലക്ട്രിക് മസിൽ സ്റ്റിമുലേഷൻ എന്നാണ് EMSന്റെ പൂർണ്ണമായ രൂപം. എന്താണ് EMSൽ നടക്കുന്നത്? നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഇലക്ട്രിക് ഇമ്പൾസിനെ കടത്തിവിട്ട് നമ്മുടെ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ EMSൽ നടക്കുന്നത്. EMS ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽസിന് കൺട്രാക്ഷൻ ലഭിക്കും. പക്ഷേ അതൊരു വോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കത്തില്ല, അതൊരു ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കും. EMS ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസിന് ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കത്തില്ല. കാര്യം പർട്ടിക്കുലർ ഒരു മസിലിന് മാത്രമായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ മസിൽസിന് ഒരു കോർഡിനേഷൻ അവിടെ ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ തന്നെ ജോയിന്റ് മൂവ്മെന്റ്സും EMSൽ ഒട്ടും സംഭവിക്കുന്നില്ല. EMSൽ ജോയിന്റ് മൂവ്മെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബോൺസിനോ അതുപോലെ തന്നെ ടെൻഡനോ യാതൊരുവിധ ഗുണവും EMS ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ഗുണമാണ് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുക എന്നുള്ളത്. ഹാർട്ട് റേറ്റ് കൂടുന്നത് നമുക്കറിയാം നമ്മുടെ കാർഡിയോവാസ്കുലർ എൻഡുറൻസിന് വേണ്ടിയിട്ടും നമ്മുടെ കാലറി ബേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ ആവശ്യമുള്ള ഒന്നാണ്. പക്ഷേ EMS ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹാർട്ട് റേറ്റും കൂടുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ EMSൽ നടക്കുന്നത് വെറും മസിൽ സ്റ്റിമുലേഷൻ മാത്രമാണ്. നിങ്ങളുടെ മസിൽസിന് ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ ചെറിയ ഒരു രീതിയിൽ ഫാറ്റ് ബേണിങ്ങും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഈ വീഡിയോകളിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ ഇവർ മാർക്കറ്റ് ചെയ്യുന്ന പോലെ 2 മണിക്കൂറത്തെ ജിം വർക്കൗട്ടിന് തുല്യമാണ് 20 മിനിറ്റത്തെ ഈ EMS സെക്ഷൻ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു തെറ്റിദ്ധാരണയാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ പരത്തുന്നത്. EMS പോലെയല്ല ജിമ്മുകളിൽ നടക്കുന്നത്. അവിടെ നടക്കുന്നത് ഒരു ന്യൂറോ മസ്കുലർ കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മുടെ ജിമ്മുകളിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ജിമ്മിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മസിൽസിന് ഗുണം ലഭിക്കുന്നുണ്ട്, നിങ്ങളുടെ ബോണിൻ്റെ ഡെൻസിറ്റി കൂടുന്നുണ്ട്, നമ്മുടെ ഹോർമോണിനും അതായത് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ആയിരുന്നാലും ഗ്രോത്ത് ഹോർമോണിനും ഒക്കെ വളരെയധികം ബെനിഫിറ്റ്സ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ലഭിക്കുന്നുണ്ട്. ഇനി ഒരു വലിയ വർക്കൗട്ടിന് ശേഷം നമ്മൾ ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ റെസ്റ്റിംഗ് ടൈമിൽ പോലും നമ്മുടെ ഫാറ്റ് ബേണിംഗ് നടക്കാറുണ്ട്. അതായത് നമുക്കൊരു മെറ്റബോളിക് സ്ട്രെസ് ഉണ്ടായിട്ട് നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനും ജിമ്മിലെ വർക്കൗട്ടുകൾ വളരെ നമ്മളെ ഉപകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഒരു ജിം വർക്കൗട്ടും EMS പോലെയുള്ള ഒരു സെക്ഷനും തമ്മിൽ ഒരു രീതിയിലും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുകയില്ല. ഈ പറയുന്ന പല ഹോസ്പിറ്റലുകളും 20 മിനിറ്റുള്ള EMS സെക്ഷന് ഈടാക്കുന്നത് 1500 മുതൽ 2000 അതിന് മുകളിലും എമൗണ്ടുകളാണ്. ഇനി EMS ചെയ്യേണ്ട ചില ആൾക്കാരുണ്ട്. അത് ആരെന്ന് കൂടി പറയണമല്ലോ. EMS പ്രധാനമായിട്ടും ചെയ്യേണ്ടി വരുന്നത് ഇഞ്ചുറി റീഹാബിറ്റേഷന് EMS വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് EMSനെ ആശ്രയിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ മസിൽസിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കാനും ഇത്തരത്തിൽ EMS ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഈ ജിമ്മുകൾക്ക് പകരം അല്ലെങ്കിൽ 2 മണിക്കൂറോളം ജിമ്മിൽ വർക്കൗട്ടിന് ചെയ്യുന്നതിന് പകരം EMS ചെയ്താൽ മതി എന്ന് പറയുന്ന രീതിയിൽ മിസ്ലീഡിങ് ചെയ്തുകൊണ്ടുള്ള ആഡ്സ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഡോക്ടേഴ്സ് തന്നെ ഇടുന്നത് വളരെ മോശമായ പ്രവണതയാണ്. കാര്യം ഡോക്ടേഴ്സ് വന്ന് ഇത് സാധാരണക്കാരിലോട്ട് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള വിശ്വാസ്യതയാണ് നിങ്ങൾക്ക് തരുന്നത്. അതാണ് ഇവിടെ പൊളിഞ്ഞു പോകുന്നത്. ദയവ് ചെയ്ത്
ചെറിയ രീതിയിലുള്ള ലാഭത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ആരോഗ്യം വെച്ചിട്ട് മിസ്ലീഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആഡ്സുകൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓർക്കുക, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമുക്ക് നേടിയെടുക്കാൻ 2 വഴിയേ ഉള്ളൂ: എക്സസൈസും അതുപോലെ തന്നെ കൃത്യമായ ഭക്ഷണശീലവും. അല്ലാതെ ഷോക്ക് അടുപ്പിച്ച് ഷോർട്ട് കട്ട് വഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല നമ്മുടെ ഫിറ്റ്നസ്.